തമിഴ്നാടിന്റെ കാശ്മീരായ മേഘമലയിലേക്കാണ് ഇന്നത്തെ നമ്മുടെ യാത്ര. 20ഓളം ഹെയർ പിന്നുകൾ താണ്ടി മലമുകളിലെത്തി അവിടെ മേഘങ്ങളാൽ തൊട്ടുരുമി നിൽക്കുന്ന തേയിലത്തോട്ടങ്ങൾ കാണാനാണ് ഇന്ന് നമ്മൾ പോകുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. മേഘമലയിലേക്കുള്ള ഇന്നത്തെ യാത്ര നമ്മള് കട്ടപ്പനയിൽ നിന്നുമാണ് തുടങ്ങുന്നത്. കട്ടപ്പനയിൽ നിന്നും കമ്പംമേട്ട് വഴി ചുരമിറങ്ങി വേണം നമുക്ക് മേഘമലയിലേക്ക് പോകാൻ. മനോഹരമായ ഒരു ചുരമാണിത്. ഈ ചുരത്തിനിടയ്ക്ക് തന്നെ ഒരു കമ്പം വ്യൂ പോയിന്റ് ഉണ്ട്. അവിടെ നിന്നാൽ നമുക്ക് കമ്പം ഉൾപ്പെടെയുള്ള തമിഴ്നാടിന്റെ താഴ്വരകൾ വളരെ വ്യക്തമായി ഭംഗിയോടെ കണ്ട് ആസ്വദിക്കാൻ കഴിയും. മനോഹരമായ കുറെ അധികം ഹെയർ പിൻ വളവുകളൊക്കെ തന്നെ നമ്മളിതാ തമിഴ്നാട്ടിന്റെ താഴ്വരയിൽ എത്തിയിരിക്കുകയാണ്. വശത്തും നിറയെ കൃഷിയിടങ്ങളാണ്. ഇതിപ്പോ കൃഷി ചെയ്യാനായിട്ട് നിലം ഒരുക്കിയിട്ടിരിക്കുകയാണ്. നമ്മളിതാ കമ്പം തേനി ഹൈവേയിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ്. കമ്പം തേനി റൂട്ടിൽ ചിന്നമണ്ണൂരിൽ നിന്ന് വലത്തേക്ക് തിരിഞ്ഞു വേണം നമുക്ക് മേഘമലയിലേക്ക് പോകാൻ. തമിഴ്നാട്ടിലെ സഹ്യപർവ്വത മലനിരകളിലാണ് മേഘമല സ്ഥിതി ചെയ്യുന്നത്. ചിന്നമണ്ണൂരിൽ നിന്ന് 55 കിലോമീറ്റർ അകലെയാണ് മേഘമല. തമിഴ്നാട്ടിലെ ഉൾഗ്രാമങ്ങളിലൂടെ കാറ്റാടിപ്പാടങ്ങളും കൃഷിയിടങ്ങളും ഒക്കെ കണ്ടുകൊണ്ടുള്ള മേഘമലയിലേക്കുള്ള യാത്ര വളരെ മനോഹരമായിരുന്നു. ചിന്നമണ്ണൂരിൽ നിന്നും തിരിയേണ്ടടുത്ത് ഞങ്ങൾക്ക് ചെറുതായിട്ടൊന്ന് വഴി തെറ്റി. പക്ഷെ അതുകൊണ്ട് വേറെ നഷ്ടമൊന്നും ഉണ്ടായില്ല. ഞങ്ങൾ കുഞ്ഞു കുഞ്ഞു ഗ്രാമത്തിലൂടെയൊക്കെയാണ് മേഘമലയിലേക്ക് പോയത്. രണ്ട് കാറിലാണ് ഞങ്ങൾ മേഘമലയിലേക്ക് യാത്ര തിരിച്ചത്. ഈ കാറിൽ അമ്മയും അച്ഛനും ദേവു ചേച്ചിയും കാവ്യ ചേച്ചിയും ഒക്കെയാണ് എന്നോടൊപ്പം ഉള്ളത്. രതീശങ്കലിന്റെ കാറിലുള്ളവരെയൊക്കെ ഞാൻ പിന്നീട് പരിചയപ്പെടുത്തി തരാം. അങ്ങനെ ഞങ്ങള് ചിന്നമണ്ണൂർ മേഘമല ഹൈവേയിൽ കയറിയിരിക്കുകയാണ്. ഇതാണ് ശരിക്കുമുള്ള വഴി. വളരെ ഭംഗിയുള്ളൊരു റോഡാണിത്. ഇരുവശവും നിറയെ മുന്തിരിത്തോട്ടങ്ങളാണ്. നമ്മളിപ്പോ മേഘമലയിലേക്ക് പോകുന്നത് കൊണ്ട് തന്നെ ഇപ്പൊ മുന്തിരിത്തോട്ടത്തിൽ ഇറങ്ങാനുള്ള സമയമില്ല. ഞാനിപ്പോ നിൽക്കുന്നത് മേഘമലയിലേക്ക് കയറാനുള്ള ചെക്ക് പോസ്റ്റിന് മുൻപിലാണ്. അവിടെയാണ് ചെക്ക് പോസ്റ്റ് ഉള്ളത്. തേനി ഫോറസ്റ്റ് ഡിവിഷന്റെ ഭാഗമായിട്ടുള്ള ചെക്ക് പോസ്റ്റിലാണ് നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത്. ഈ ചെക്ക് പോസ്റ്റിൽ നിന്നും രാവിലെ 6 മണി മുതൽ വൈകുന്നേരം 5 മണി വരെ മാത്രമാണ് സ്വകാര്യ വാഹനങ്ങളെ അകത്തേക്ക് കയറ്റിവിടുന്നത്. വളവുകൾ താണ്ടി വേണം നമുക്ക് മേഘമലയുടെ നെടുകയിലെത്താൻ. മറ്റ് ടൂറിസ്റ്റ് കേന്ദ്രങ്ങളെ അപേക്ഷിച്ച് സഞ്ചാരികളുടെ അധികം തിരക്കില്ലാത്ത ശാന്തമായ ഒരു വഴിയിലൂടെയാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. വളരെ പരിമിതമായ താമസ സൗകര്യങ്ങൾ മാത്രമേ മേഘമലയിലുള്ളൂ. അതിലൊന്നാണ് നമ്മളിപ്പോൾ കണ്ടത്. ഈ ഹോം സ്റ്റേയുടെ വിവരങ്ങൾ ഞാൻ ഇതിന്റെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കാം. അങ്ങനെ നമ്മളിതാ മേഘമലയോട് അടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നമുക്ക് മനോഹരമായ തേയിലത്തോട്ടങ്ങളൊക്കെ കാണാൻ കഴിയുന്നുണ്ട്.
സംബന്ധിച്ച് ധാരാളം തൊഴിലാളികൾ ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. അവര് താമസിക്കുന്ന ലയങ്ങളാണ് ഈ കാണുന്നതൊക്കെ. എത്തിയിരിക്കുന്നത് മേഘമല എന്ന സ്ഥലത്താണ്. ഈ കാണുന്നത് മണലാറാണ്. ഇപ്പോൾ വേനൽക്കാലമായതുകൊണ്ട് മണലാറിൽ നീരൊഴുക്കൊന്നുമില്ല. മണലാറിൽ നിർമ്മിച്ചിരിക്കുന്ന ഹൈവേവ് ഡാമാണിത്. നമ്മളിതാ മേഘമലയും കടന്ന് അപ്പർ മണലാറിലേക്കും അവിടെ നിന്ന് ഇരവങ്കിലാറിലേക്കുമാണ് പോകുന്നത്. ഈ പോകുന്ന വഴിയിലാണ് ഇവിടുത്തെ പ്രധാന ആകർഷണമായ മഹാരാജ മേട്ടുള്ളത്. കൊളുന്തൂരിനുള്ളിൽ റോഡരികിൽ വെച്ചിരിക്കുന്നതാണ് നമ്മളിപ്പോൾ കണ്ടത്. ഇത് കൊണ്ടുപോകാനായിട്ട് ട്രാക്ടർ വരും. ഈ ട്രാക്ടറിൽ നിന്നാണ് നമ്മൾ നേരെ ഈ കൊളുന്തുകൾ തേയില ഫാക്ടറിയിലേക്ക് കൊണ്ടുപോകുന്നത്. കുറെ ആളുകൾ കൊളുന്ത് തുള്ളിക്കൊണ്ടിരിക്കുകയാണ്. തേയിലയിലെ ഏറ്റവും തളിരായ ഭാഗത്തെയാണ് കൊളുന്ത് എന്നറിയപ്പെടുന്നത്. ഈ കൊളുന്തിനെ തേയില ഫാക്ടറിയിൽ കൊണ്ടുപോയിട്ട് ആണ് ഈ തേയിലപ്പൊടി ഉണ്ടാക്കുന്നത്. ഇനി ഞങ്ങൾ ഇവിടുന്ന് നേരെ മഹാരാജ മേട്ടിലേക്കാണ് പോകുന്നത്. ഒരാൾക്ക് 30 രൂപയാണ് ടിക്കറ്റ് ചാർജ്. കുട്ടികൾക്ക് ടിക്കറ്റ് ആവശ്യമില്ല. വളരെ മനോഹരമായൊരു വ്യൂ പോയിന്റ് ആണിത്. ഇവിടെ നിന്ന് നോക്കിയാൽ നമുക്ക് കമ്പവും ഗൂഡല്ലൂരും ചിന്നമണ്ണൂരും പിന്നെ നമ്മൾ ഇങ്ങോട്ട് വന്ന വഴികളെല്ലാം കാണാൻ പറ്റുന്നുണ്ട്. ഇവിടെ വന്നപ്പോഴാണ് അറിയാൻ സാധിച്ചത് ഇവിടെ നിന്നും കുറച്ച് മുകളിലേക്ക് നടന്നതിനാൽ മംഗളാദേവി ക്ഷേത്രമുള്ള മല കാണാൻ കഴിയുമെന്ന്. അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടെ കുറച്ച് നടന്നു കയറിയിരിക്കുകയാണ്. ഗൂഡല്ലൂർ. അതിന് മുകളിലെ മലനിരകളിലാണ് മംഗളാദേവി ക്ഷേത്രം. മലമുകളിലെ കാറ്റും കാഴ്ചകളും ഒക്കെ കണ്ടുകൊണ്ട് ഞങ്ങൾ ഇതാ താഴേക്ക് ഇറങ്ങുകയാണ്. ഇവിടുത്തെ തേയിലത്തോട്ടങ്ങൾക്ക് മറ്റെങ്ങുമില്ലാത്ത ഭംഗിയാണ് എനിക്ക് കാണാൻ കഴിഞ്ഞത്. ഇവിടുത്തെ ഒരു ടീ ഫാക്ടറി ആണ്. ഇവിടെയാണ് തേയില നിർമ്മാണമൊക്കെ നടക്കുന്നത്. മഹാരാജ മേട്ടും കണ്ട് ഇവിടുത്തെ ഭംഗിയൊക്കെ ആസ്വദിച്ച് ഞങ്ങൾ ഇന്ന് തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ്. പോകുന്ന വഴിയിലൊരു കുഞ്ഞരുവി കണ്ടു. ഞങ്ങൾ അവിടെ ഇറങ്ങി കുറച്ച് സമയമൊക്കെ ചെലവഴിച്ചു. ധാരാളം വന്യമൃഗങ്ങളുള്ള വഴിയിൽ കൂടെയാണ് നമ്മൾ സഞ്ചരിച്ചത്. പക്ഷെ ഞങ്ങൾക്ക് ആകെ കാണാൻ കഴിഞ്ഞത് ഈ കുരങ്ങുകളെ മാത്രമാണ്. ഞങ്ങൾ അങ്ങനെ വണ്ടി ഒതുക്കിയിട്ടിട്ട് ഈ കുരങ്ങുകളുടെ വികൃതിയൊക്കെ കണ്ടിരുന്നു കുറച്ച് സമയം. തിരിച്ചിറങ്ങും നേരം നല്ലൊരു മഴയും ആസ്വദിക്കാൻ പറ്റി. എനിക്ക് യാത്രയിൽ തോന്നിയ കുറവ് എന്താണെന്ന് വെച്ചാൽ ഇവിടുത്തെ ഭക്ഷണമാണ്. കാരണം ആകെ ഒരു ഹോട്ടലാണ് ഇവിടെ ഉള്ളത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ വരുമ്പോൾ ഫുഡ് കയ്യിൽ കരുതുന്നതായിരിക്കും നല്ലത്. അങ്ങനെ ഞങ്ങളിതാ തിരിച്ച് ചെക്ക് പോസ്റ്റിൽ എത്തിയിരിക്കുകയാണ്. ചിന്നമണ്ണൂരും കടന്ന് ഞങ്ങളിതാ കമ്പം ടൗണിൽ എത്തിയിരിക്കുകയാണ്. അത്യാവശ്യം തിരക്കുള്ളൊരു ടൗണാണിത്. അങ്ങനെ മനോഹരമായ ഒരു യാത്രയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഇന്ന് തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.